നവകേരള ന്യൂസ് ആയൂർ. കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിലെ അവിശുദ്ധമായ കൂട്ടുകെട്ടിൻ്റെ പ്രതിനിധിയാണ് ശ്രീ ആയൂർ ബിജു. ബാങ്കിൽ നടന്ന ഒരു പ്രതിഷേധ പരിപാടിയുടെ ഭാഗമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് പ്രേംരാജിനെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു. പരസ്യമായി സോഷ്യൽ മീഡിയയിൽ അത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം അതിന് ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്, വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനുശേഷം ആയൂരിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, നേതാക്കൾ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, അതുപോലെ വിവിധ സംഘടനകളിൽ പ്രവർത്തിക്കുന്ന കടയിൽ ബാബു, കോടിയാട്ട് പ്രസാദ്, ഇവരുടെ സ്ഥാപനങ്ങളിൽ, വ്യാപാര സ്ഥാപനങ്ങളിൽ കടന്നു വന്ന് ഈ ആയൂർ ബിജുവിൻ്റെ നേതൃത്വത്തിൽ സ്ഥാപനങ്ങളിൽ കടന്നു കയറി അവിടെയുള്ള ജീവനക്കാരെ ആക്രമിക്കാനും അസഭ്യം പറയുകയും ചെയ്തു. ശക്തമായ പ്രതിഷേധമുണ്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്ക്. ഞങ്ങളിതിനെല്ലാം ഉന്നത ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകുകയാണ്. എന്തെങ്കിലും സ്വാധീനത്തിന് അടിമപ്പെട്ട് പോലീസ് ഈ നടപടിക്കെതിരെ കേസെടുക്കുകയും മറ്റും ചെയ്തില്ല എങ്കിൽ, ഈ പ്രതികളെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ, നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്നില്ല എങ്കിൽ, അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വളരെ ഗൗരവമായി ഈ പ്രശ്നം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രതികരണം, അതിശക്തമായ പ്രതികരണം ഇതിലുണ്ടാകും. അപ്പോൾ നിയമപാലകർ ആ സമയത്ത് ഞങ്ങളെ കുറ്റം പറയരുത് എന്ന് മാത്രം ഇതിലുള്ള ശക്തമായ പ്രതിഷേധം അറിയിക്കുകയും കൂടി ചെയ്തുകൊണ്ട് നിർത്തുന്നു. യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് പ്രേംരാജ്, അദ്ദേഹം ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർ കൂടിയാണ്. ഇടമുളയ്ക്കൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഒരു അവിശുദ്ധ കൂട്ടുകെട്ടിലൂടെ പ്രസിഡൻ്റായ ആയൂർ ബിജു കേരള കോൺഗ്രസിൻ്റെ നേതാവാണെന്നാണ് അദ്ദേഹം സ്വയം അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ദിവസം ജാതീയമായി എസ് പ്രേംരാജിനെ സോഷ്യൽ മീഡിയയിൽ കൂടെ, ഫേസ്ബുക്കിലൂടെ അധിക്ഷേപിച്ചത് നമ്മൾ കണ്ടതാണ്. ഒരു പൊതുപ്രവർത്തകനും, ഒരു ദിവസത്തെ പാരമ്പര്യമുള്ള ഒരു പൊതുപ്രവർത്തകനും കാണിക്കാത്ത തരത്തിലുള്ള വളരെ മ്ലേച്ഛമായ രീതിയിലുള്ള ഒരു ജാതീയ അധിക്ഷേപം എസ് പ്രേംരാജിനെ പോലെ ഇത്രയും നല്ല പാരമ്പര്യമുള്ള, നല്ല ചുറുചുറുക്കുള്ള, ഒട്ടേറെ സംഘടനകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ ആക്ഷേപിച്ചത് വളരെ മോശമായി പോയി. കോൺഗ്രസ് പാർട്ടിക്ക് അതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി കഴിഞ്ഞ ദിവസം ആയൂരിൽ നടത്തിയ പ്രകടനത്തെ തുടർന്ന് അതിനുള്ള വിരോധം കൊണ്ടാവാം ആയൂർ ബിജു കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രീ കടയിൽ ബാബുവിൻ്റെയും UDF മണ്ഡലം ചെയർമാനായ കടയിൽ ബാബുവിൻ്റെയും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ കോടിയാട്ട് പ്രസാദിൻ്റെയും വ്യാപാര സ്ഥാപനങ്ങളിലെത്തി, ആയൂർ ടൗണിൽ പ്രവർത്തിക്കുന്ന ഈ വ്യാപാര സ്ഥാപനങ്ങളിലെത്തി അവരില്ലാതിരുന്ന അവസരങ്ങളിൽ അവർ രണ്ടുപേരും ആലഞ്ചേരിയിൽ നടന്ന കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഈ സ്ഥാപനത്തിലെത്തി ഇവിടുത്തെ ജീവനക്കാരെ അസഭ്യം പറയുകയും ഇത് അവർക്കെതിരെ കൊലവിളി നടത്തുകയും ഒക്കെ ചെയ്തിട്ട് പോയ സംഭവം ഈ കഴിഞ്ഞ രാത്രിയിലാണ് ഉണ്ടായത്. തീർച്ചയായും ആയൂർ ബിജുവിനോട് പറയാനുള്ളത്, ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എല്ലാവർക്കും പ്രതിഷേധിക്കാനുള്ള അവസരം ഈ രാജ്യത്തുണ്ട്, ഈ നാട്ടിലുണ്ട്. അത് നിയമപരമായ രീതിയിൽ ജനാധിപത്യപരമായി നടത്തുന്നതിൽ തെറ്റില്ല. പക്ഷേ ഇതേപോലെ നേരിട്ട് അസഭ്യം പറയാനും ആക്രമിക്കാനുമാണ് ശ്രമിക്കുന്നതെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് ശക്തിയുണ്ട്. അതുകൂടി ഏൽക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഇതുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പരാതി നിലവിലുണ്ട്. ഇതിന് ശക്തമായി അതിനുവേണ്ട നടപടിയെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിൻ്റെ മുന്നിൽ വകുപ്പിട്ട് കേസെടുത്ത് FIR ഇട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നിയമ നടപടി ഞങ്ങളൊരു പരിധിവരെ കാക്കും. അതിനുശേഷം ആ നിയമ നടപടി ശരിയായ തരത്തിലുണ്ടായില്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യേണ്ട മാർഗത്തിലൂടെ കൈകാര്യം ചെയ്ത് പോകേണ്ടി വരും എന്നുകൂടി അറിയിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഇടമുളയ്ക്കൽ മണ്ഡലം കമ്മിറ്റിയുടെ ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ അറിയിക്കുന്നു.